സാൾട്ട് ആൻഡ് ക്യാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓപ്ഷൻ എൻട്രി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ എൻട്രിയും ബിഫാം ഓപ്ഷൻ എൻട്രിയും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ആരംഭിച്ചതോടുകൂടി തന്നെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഈ കോളേജിൽ ഏതാണ് നല്ലത്, അല്ലെങ്കിൽ ഈ റാങ്കിൽ കിട്ടുമോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിരുന്നു, പ്രൈവറ്റ് മെസ്സേജുകൾക്ക് മറുപടി പറയാൻ ഒരിക്കലും സാധ്യമല്ല. ഡയറക്റ്റായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് ജസ്റ്റ് ഞാനത് ഒന്ന് ഓപ്പൺ ചെയ്ത് വിടേയുള്ളൂ, അല്ലാണ്ട് വായിക്കാൻ സമയം കിട്ടുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലിയറൻസ് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പിന് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവുക. ആ മെമ്പർ ആവാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞങ്ങളുടെ 3 പുസ്തകങ്ങളുണ്ട്. ഈ 3 പുസ്തകങ്ങളും വാങ്ങിക്കൊണ്ട് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ SSC ഗ്രൂപ്പിൻ്റെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒന്ന് പങ്കാളികളും കൂടി ആയിക്കൊണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക. അങ്ങനെ നിങ്ങൾക്ക് അതിൽ ഒരുപാട് സംശയങ്ങൾ തീർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഓപ്ഷൻ എൻട്രിയെ പറ്റി ഇന്ന് രാവിലെ ഞാൻ ഇട്ട വീഡിയോയിൽ നിന്നും ഒരുപാട് പേര് ചോദിച്ച പല കാര്യങ്ങൾക്കും ഓപ്ഷൻ എൻട്രിയെ പറ്റിയുള്ള ഒരു ജനറൽ ഐഡിയ തരാനാണ്. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് മാറ്റാൻ പറ്റും. അതേപോലെ സേവ് ചെയ്തതാണെങ്കിലും ഇത് ഇപ്പം ചെയ്തിട്ടില്ല എങ്കിൽ പുതുതായിട്ട് കൊടുക്കുമ്പോഴും ഇതൊരു ഗൈഡ് ലൈൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഓപ്ഷൻ എൻട്രിയിൽ നിങ്ങൾക്ക് ഇതിൽ എൻട്രി ചെയ്യണമെങ്കിൽ ഓപ്ഷൻ എൻട്രി ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് അടക്കണം. 2000 രൂപ അല്ലെങ്കിൽ 500 രൂപ, ഇതാണ് ഫീസ് അടക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ വായിച്ചിട്ട് ആരൊക്കെ 2000 അടക്കണം, ആരൊക്കെ 500 അടക്കണം എന്നുള്ളത് നോക്കുക. നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന ഇതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ഇത് കാണാവുന്നതാണ്. എത്രയാണ് നിങ്ങളുടെ ഫീസ് എന്നുള്ളത്, ആ രജിസ്ട്രേഷൻ ഫീസ് എത്രയാണെന്നുള്ളത് പേ നൗ എന്നുള്ളത് കാണാവുന്നതാണ്. അത് അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ എൻട്രി സ്ക്രീനിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ചിലരുടെ ഫെയിലിയർ ആയി എന്ന് പറയുന്നുണ്ട്. ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിലും ഓപ്ഷൻ എൻട്രി സ്ക്രീന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ഫെയിലിയർ അല്ല എന്ന് മനസ്സിലാക്കുക. അത് ഓപ്ഷൻ എൻട്രി സ്ക്രീനിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടച്ചിരിക്കുന്ന ഫീസ് സിയുടെ ഇതിൽ അക്കൗണ്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എത്ര ഓപ്ഷൻസ് കൊടുക്കാം എന്നുള്ളതിന് യാതൊരു ലിമിറ്റുമില്ല. നിങ്ങളുടെ ഹോം സ്ക്രീനിൽ കാണുന്ന ഓപ്ഷൻസ് എത്രയാണോ അത് മുഴുവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അല്ല, ഇനി നിങ്ങൾക്ക് കുറച്ചേ കൊടുക്കാൻ ആഗ്രഹമുള്ളെങ്കിൽ അത്രയും മാത്രം കൊടുക്കാവുന്നതാണ്. വളരെ കുറച്ചേ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മാത്രം കൊടുത്താൽ മതി. മിനിമം ഒരു ഓപ്ഷൻ, മാക്സിമം എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് നിങ്ങളൊരു ഓപ്ഷൻ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട്, അതായത് ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ ഇതിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഒരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം അത് എൻട്രി ചെയ്തതാണ് എപ്പോഴും നല്ലത്. ഓപ്ഷൻ എൻട്രിക്ക് വേറെ യാതൊരു ഡോക്യുമെൻറ്റും ആവശ്യമില്ല. ചിലർ ചോദിക്കുന്നുണ്ട്, ഞാൻ കോളേജിൽ മാനേജ്മെൻറ്റ് കോളേജ് സീറ്റ് അല്ല അഡ്മിഷൻ എടുത്തപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ കൊടുത്തു, ഇപ്പോൾ ഓപ്ഷൻ എൻട്രിക്ക് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം വേണോ എന്നുള്ളത്. ഓപ്ഷൻ എൻട്രിക്ക് യാതൊരു ഡോക്യുമെൻറ്റ്സും വേണ്ട എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഓപ്ഷൻ എൻട്രിക്ക് നിങ്ങളുടെ കയ്യിൽ ആവശ്യമുള്ളത് ആകെ ഈ ഓപ്ഷൻ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ലിസ്റ്റും നിങ്ങൾ തയ്യാറാക്കിയില്ലെങ്കിൽ മനസ്സിൽ എടുത്ത് കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ കൊടുത്താലും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്ഷൻ ലിസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കോളേജിൽ കിട്ടണം, ഏത് കോഴ്സിന് കിട്ടണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഏത് കോളേജിൽ കിട്ടണം, ഏത് കോഴ്സിന് കിട്ടണം എന്നുള്ളത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് ധാരാളം പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കോളേജിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് CET-യിലാണ് എനിക്ക് കിട്ടേണ്ടത്. CET-യിൽ കിട്ടേണ്ട കോഴ്സ് ഏതാണെന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കാം. CS ആണ് കിട്ടേണ്ടത്. CET-യിൽ CS കിട്ടിയില്ലെങ്കിൽ CET-യിൽ തന്നെ EC കിട്ടിയാൽ മതി എന്നാണ് ചിലർക്ക് ധാരണയെങ്കിൽ അടുത്ത ഓപ്ഷനായിട്ട്, അതായത് ആദ്യ ഓപ്ഷനായിട്ട് CS കൊടുത്തു, രണ്ടാമത്തെ ഓപ്ഷനായിട്ട് EC കൊടുത്തു. അവിടെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് EEE കൊടുത്തു. അതായത് CET-യിൽ തന്നെ കിട്ടിയാൽ മതി, ഏതെങ്കിലും കോഴ്സിന് കിട്ടിയാൽ മതി എന്നാണ് ആ കാൻഡിഡേറ്റിൻ്റെ, ആ പാരന്റ് തീരുമാനമെങ്കിൽ ആ കോളേജിലെ എല്ലാ കോഴ്സുകളും നമുക്ക്, എല്ലാ ബ്രാഞ്ചുകളും ഒരുമിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അടുത്ത കോളേജ് TKM കൊടുക്കുന്നെങ്കിൽ അടുത്ത കോളേജിലെ എല്ലാ ബ്രാഞ്ചുകളും കൊടുക്കാം. ഇനി ഇങ്ങനെയല്ല, എനിക്ക് തിരുവനന്തപുരത്ത് ഏതെങ്കിലും 2 കോളേജിൽ, അതായത് തിരുവനന്തപുരത്ത് ഒന്നുകിൽ CET കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ബാട്ടണയിൽ കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ CETക്ക് ശേഷം നിങ്ങൾക്ക് ബാട്ടണയിൽ കൊടുക്കാം. ഈ 2 കോളേജും കിട്ടിയിട്ടില്ല എങ്കിൽ ബിഫാമിനും കൂടി അപ്ലൈ ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ബിഫാം കോഴ്സിന് കിട്ടിയാൽ മതിയെങ്കിൽ ബാട്ടൺ ഹില്ലിന് ശേഷം നിങ്ങൾക്ക് ബിഫാം ഓപ്ഷൻ എൻട്രി കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്കുള്ള എല്ലാം നഷ്ടപ്പെടും. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ CET-ലെ കോഴ്സ് കൊടുത്തു, ബാട്ടൺ ഹില്ലിലെ കോഴ്സ് കൊടുത്തു, അതിന് ശേഷം ബിഫാം കൊടുത്തു. നിങ്ങൾക്ക് ബിഫാം കൊടുത്തതിന് ശേഷമാണ് പിന്നെ TKM-ലെ ബാക്കി കോഴ്സുകൾ കൊടുത്തതെന്ന് കരുതുക. ബിഫാം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് വന്നപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ബിഫാം കിട്ടിക്കഴിഞ്ഞാൽ അത് TKM-ന്റെ മുകളിലാണ് ആ കോഴ്സ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴേക്കുള്ള എല്ലാം ഡിലീറ്റ് ആയി പോകും. എന്ന് വെച്ചാൽ ഈ കിട്ടിയിരിക്കുന്ന ഓപ്ഷന്റെ മുകളിലേക്കുള്ള ഓപ്ഷൻസ് മാത്രമേ പിന്നെ ബാക്കിയാവുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് ഈ മിക്സഡ് ആയിട്ട് കൊടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് മാത്രം ഓപ്ഷൻ കൊടുക്കുക. ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തവരുണ്ടാവും, ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ഓപ്ഷൻ കൊടുത്തു, സേവ് ചെയ്തു, പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. നാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ വീണ്ടും മാറ്റാം. 5/8/2024 വരെ ഓപ്ഷൻ എൻട്രിയുടെ സമയം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാം, ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് പ്രിൻ്റ് ഔട്ട് എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഇതിൽ ഓരോ ഓപ്ഷൻ ഞാൻ ആവശ്യമില്ലാതെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതല്ല ഞാൻ കൊടുക്കേണ്ടിയിരുന്നത്, വേറൊരു കോളേജായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് തോന്നും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതെല്ലാം റീഅറേഞ്ച് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. 5/8/2024 രാവിലെ 11 മണി വരെ നിങ്ങൾക്ക് ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം സേവ് ചെയ്തു, പ്രിൻ്റ് ഔട്ട് എടുത്തു, ഇനി അത് മാറ്റാൻ പറ്റില്ല എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ലാസ്റ്റ് സമയം വരെ അത് റീഅറേഞ്ച് ചെയ്യാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് മോഡിഫിക്കേഷൻ വരുന്നതാണെങ്കിലും നിങ്ങൾ ഓപ്ഷൻ എൻട്രി നടത്തി പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷവും പല കാൻഡിഡേറ്റ്സും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കൊടുത്ത ഓപ്ഷനല്ല ഞങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത്. അത് പ്രൂവ് ചെയ്യാൻ അവരുടെ ഓപ്ഷൻ പ്രിൻ്റ് ഔട്ട് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ എടുത്തു വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ എടുത്തു വെച്ചിട്ടില്ലാത്തൊരു പ്രിൻ്റ് ഔട്ടിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്തൊരു ക്ലെയിമിൻ്റെ പേരിൽ നിങ്ങൾക്ക് പിന്നീട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഓപ്ഷൻ എൻട്രി നടത്തി കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ ഇതിൽ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ എടുത്തു വെക്കാനോ ശ്രദ്ധിക്കുക. എന്ത് എഡിറ്റിംഗ് വരുത്തി കഴിഞ്ഞാലും, ആ പ്രിൻ്റ് ഔട്ടിന് ശേഷം നിങ്ങൾ എന്ത് എഡിറ്റിംഗ് വരുത്തി കഴിഞ്ഞാലും അതിൻ്റെ ഒരു ലാസ്റ്റ് പ്രിൻ്റ് ഔട്ടും കൂടെ എടുത്തു വെക്കാനും കൂടി ശ്രദ്ധിക്കുക. കാരണം എപ്പോൾ എഡിറ്റിംഗ് വരുത്തി കഴിഞ്ഞാലും ആ ടൈമാണ് സെർവറിൽ അപ്ഡേറ്റ് ആവുന്നത്. സെർവറിൽ നോക്കുമ്പോൾ നിങ്ങളുടെ സമയം അപ്ഡേറ്റഡ് ടൈം കാണിക്കുന്ന മറ്റൊന്നും, നിങ്ങളുടെ പ്രിൻ്റ് ഔട്ടുള്ള ടൈം മറ്റൊന്ന് വേറെ ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പിൽ എപ്പോൾ വേണമെങ്കിലും ഇത് റീഅറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ മോക്ക്, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 4-ാം തീയതിയാണ് വരുന്നത്, അതായത് ലാസ്റ്റ് ഡേറ്റിന് മുമ്പാണ് വരുന്നത്. അത് കിട്ടിക്കഴിഞ്ഞ ശേഷവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അലോട്ട്മെൻറ്റ് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, കോളേജ് കൊടുത്തു, കോഴ്സ് കൊടുത്തു, അതേപോലെ ബ്രാഞ്ചും കൊടുത്തു. ഇനി അതിൻ്റെ നിങ്ങൾക്ക് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസും കോളേജും അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കണമെന്ന് കരുതുക. ഇപ്പോൾ ചിലർക്ക് ഒരു സംശയമുണ്ട്, ഗവൺമെൻറ് കോളേജിൻ്റെ ആദ്യം കൊടുക്കണം എന്നിട്ട് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജ് കൊടുക്കാവോ, അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജ് കൊടുത്തിട്ട് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജ് കൊടുത്തിട്ട് പിന്നെ സെൽഫ് ഫൈനാൻസിങ് കോളേജ് കൊടുക്കാവോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ് ഓപ്ഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. ചില കോളേജിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളിപ്പോൾ ആൾറെഡി മാനേജ്മെൻറ്റ് സീറ്റിൽ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ആ കോളേജ് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് തന്നെ കൊടുക്കാം. അല്ല വേറെ ഏതെങ്കിലും കോളേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അവിടെ ഇപ്പോൾ ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫീസ് തിരിച്ചു കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചിട്ട് മാത്രം ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾ അവരോട് ചോദിക്കുക, ഇങ്ങനെ വേറെ കോളേജിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഫീസ് റീഫണ്ട് ചെയ്യോ എന്നുള്ളത് കോളേജിലാണ് ചോദിക്കേണ്ടത്, എന്നോടും ചോദിക്കരുത്. റീഫണ്ട് ചെയ്യോ ഇല്ലേ എന്നുള്ളത് എനിക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഒരുപാട് പേര് അങ്ങനെ ചോദിക്കാറുണ്ട്. കിട്ടിയതിന് ശേഷം ചോദിക്കൂ, അതായത് വേറൊരു ഓപ്ഷൻ കൊടുക്കും, എന്നിട്ട് കിട്ടിയതിന് ശേഷം ചോദിക്കും, എനിക്ക് ആ കോളേജിൽ ഞാൻ ജോയിൻ ചെയ്തിരുന്നു, എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ ഉണ്ട്,
ഞാൻ അത് തിരിച്ചു വാങ്ങുമ്പോൾ എനിക്ക് ആ ഫീസ് കൂടി റീഫണ്ട് ചെയ്യുമോ, എനിക്കതിൽ യാതൊന്നും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ആ കോളേജിലൊന്ന് ബന്ധപ്പെടുക. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ കോളേജിൽ പോകാൻ പറ്റുമോ, വേറെ കോളേജിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വാങ്ങി വെച്ച ഫീസ് തിരിച്ചു തരുമോ എന്നുള്ളത് അവരുമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം ഓപ്ഷൻ കൊടുക്കുക. ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ബാക്കി കോളേജുകൾ കൊടുത്താൽ മതി. അല്ല നിങ്ങൾക്ക് ആ കോളേജ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ ആ കോളേജിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. ആ കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിലും മാനേജ്മെൻറ്റ് സീറ്റിലാണ് നിങ്ങൾ പ്രവേശനം നേടിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് അവിടെ ഉറപ്പാണ്. ഗവൺമെൻറ് സീറ്റിലേക്ക് കൂടി പരിഗണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്നത്. പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിലെ ഗവൺമെൻറ് സീറ്റുകളിലേക്ക് മാത്രമാണ് ഈ ഓപ്ഷൻ എൻട്രിയിലൂടെ ഇത് നടക്കുന്നുള്ളൂ, അഡ്മിഷൻ നടക്കുന്നുള്ളൂ. കോസ്റ്റ് ഷെയറിംഗ് കോളേജിലാണെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്കും പ്രൈവറ്റ് മെറിറ്റ് സീറ്റിലേക്കും, അതായത് മാനേജ്മെൻറ്റ് സീറ്റിലേക്കും ഗവൺമെൻറ് സീറ്റിലേക്കും ഓപ്ഷൻ വഴി തന്നെയാണ് ഈ പ്രവേശനം നടക്കുന്നത്. ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ ഗവൺമെൻറ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ, മാനേജ്മെൻറ്റ് സീറ്റുകളില്ല. അതുകൊണ്ട് തന്നെ അതിലേക്കും ഇതുവഴിയാണ് ഓപ്ഷൻ വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓപ്ഷൻ നൽകിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ നൽകിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം, ഇത് പലർക്കും പറ്റുന്ന ഒരു തെറ്റും കൂടിയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മൾ ഗവൺമെൻറ് കോളേജുകൾ മാത്രം കൊടുത്തു, കിട്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇതിൽ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ഇത് കൊടുക്കാം, പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ കൊടുക്കാം എന്നാണ് പലരുടെയും ധാരണ. അത് വളരെ തെറ്റായൊരു ധാരണ. ഒരുപാട് കാൻഡിഡേറ്റ്സ് വരുത്തിവെക്കുന്ന വളരെ ഗുരുതരമായൊരു മിസ്റ്റേക്ക് കൂടിയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എൻട്രിയിൽ, ഫസ്റ്റ് ഓപ്ഷൻ എൻട്രിയിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കുന്ന കോളേജുകൾ എത്രയാണോ ആ കോളേജുകളിൽ നിന്ന് എത്ര ഓപ്ഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആ ഓപ്ഷൻസ് മാത്രമേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുള്ളൂ. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ 100 കോളേജാണ് ഓപ്ഷൻ കൊടുത്തത് കരുതുക. 100 കോളേജുകൾ ഓപ്ഷൻ കൊടുത്തു, അതിൽ 90ാമത്തെ കോളേജ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ 90ാമത്തെ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ 91 മുതൽ 100 വരെയുള്ള ബാക്കി ഓപ്ഷൻസ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. ഇനി അതിൻ്റെ മുകളിലേക്കുള്ള ബാക്കി കോളേജുകൾ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഇതിൽ ഹോം പേജിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ ഗവൺമെൻറ് കോളേജുകൾ 9 കോളേജുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ആ 9 കോളേജുകളിലും കിട്ടിയിട്ടില്ലെങ്കിൽ ആ 9 കോളേജ് മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഹോം പേജിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് മാത്രം നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. പുതുതായിട്ട് മറ്റൊരു കോളേജ് ആഡ് ചെയ്യാനൊന്നും സാധിക്കില്ല. അതേപോലെ ഓപ്ഷൻ എൻട്രിയിൽ ലഭിച്ചിരിക്കുന്ന ഒരു കോളേജ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്ന ഒരു കോളേജ്, അതിൻ്റെ താഴെയുള്ള എല്ലാ കോളേജുകളും ഡിലീറ്റ് ആയി പോകുന്നതുകൊണ്ട് തന്നെ പിന്നീട് ആ കോളേജ് താഴെ ഞാൻ ഒരു കോളേജ് കൊടുത്തിരുന്നു, അത് എനിക്ക് ഇനി എപ്പോഴും കിട്ടുമോ എന്ന് ചോദിക്കുന്ന ധാരാളം കാൻഡിഡേറ്റ്സ് അതും കിട്ടില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് ഓപ്ഷൻ എൻട്രി എന്ന് പറയുന്നത് വളരെ ജാഗ്രതയോടുകൂടി കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻ്റായിട്ട് ഇട്ടോളാം. ബാക്കി ഇത് എങ്ങനെ കൊടുക്കല് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ലാതെ ആ കോളേജ് കൊടുക്കണോ, ഈ കോളേജ് കൊടുക്കണോ, അവിടെ കൊടുത്താൽ കിട്ടോ, ഇവിടെ ഇത്ര റാങ്ക് കിട്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും തൽക്കാലം മറുപടി പറയാൻ സാധ്യമല്ല എന്നുകൂടി മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ ഓപ്ഷൻ എൻട്രിയുടെ ആ സൈറ്റിലെ ഏറ്റവും മുകളിൽ നിങ്ങൾ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടാവും. ഗവൺമെൻറ് വേണോ, സെൽഫ് ഫൈനാൻസിങ് വേണോ, കോസ്റ്റ് ഷെയറിംഗ് വേണോ, നിങ്ങളെ മാനേജ്മെൻറ്റ് വേണോ, ഇങ്ങനെയുള്ള കാണിക്കുന്നത്. അതൊരു ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. ഇതിലേത് കൊടുക്കണം എന്നുള്ളതും പലർക്കും സംശയമുണ്ട്. അതിൽ ആൾന്ന് കൊടുത്താൽ മതി. ആൾന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കോളേജുകളുടെയും ലിസ്റ്റ് കാണിക്കും. ഇനി അതിൽ നിങ്ങൾ ഗവൺമെൻറ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ഗവൺമെൻറ് കോളേജുകളുടെ സീറ്റ് മാത്രമേ കാണിക്കുകയുള്ളൂ. മാനേജ്മെൻറ്റ് മാത്രമാണെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റുകൾ മാത്രമേ കാണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അവിടെ ആൾന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സീറ്റുകളും കാണിക്കും. അതിലിഷ്ടമുള്ള കോഴ്സ് ഏതാണോ അത് കൊടുക്കുക. ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചില കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റ്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജ് ആണെങ്കിൽ മെറിറ്റ് സീറ്റുണ്ട്, മാനേജ്മെൻറ്റ് സീറ്റുണ്ട്. ഈ 2 സീറ്റും അടുത്തടുത്തായിരിക്കും കാണിക്കുന്നത്. അതിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ഓപ്ഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് ബാക്കി എല്ലാ കോളേജുകളിലും ഗവൺമെൻറ് സീറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ മാത്രമേ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് പരിഗണിക്കേണ്ടതുള്ളൂ. എങ്കിൽ നിങ്ങളത് ലാസ്റ്റ് കൊടുത്താൽ മതി. അതായത് എല്ലാ മെറിറ്റ് സീറ്റും കൊടുത്തതിന് ശേഷം കൊടുത്താൽ മാത്രം മതി. ഇതിൽ
ഏത് സീറ്റിലേക്കാണോ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുക ആ സീറ്റിലേക്കാണ് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. തുടക്കം മുതൽ പരിഗണിക്കും, മുകൾ മുതൽ പരിഗണിക്കും. പക്ഷേ ഏത് സീറ്റിലേക്കാണോ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് വരുന്നത് ആ സീറ്റിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെന്റ് തരുകയും ചെയ്യും. അപ്പോൾ മാനേജ്മെന്റ് സീറ്റിലെ ഫീസ് നോക്കിയിട്ട്, ഫീസ് അവിടെ കാണിക്കുന്നുണ്ടാവും, ആ ഫീസ് നോക്കിയിട്ട് അത് എത്രയാണ് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അത് ആനുവൽ ഫീസാണ്. ആ ആനുവൽ ഫീസ് അടക്കാൻ നമുക്ക് 4 വർഷവും അതേ ഫീസ് അടക്കേണ്ടി വരുന്നുള്ളതുകൊണ്ട് അത് അടക്കാൻ സാധിക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ തീരുമാനിച്ചതിന് ശേഷം മാത്രം ഓപ്ഷൻ നൽകണം. ജോയിൻ ചെയ്യുന്ന സമയത്ത്, അതായത് സെക്കൻഡ് അലോട്ട്മെന്റിലായിരിക്കും മിക്കവാറും ജോയിൻ ചെയ്യാൻ പറയാം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ജോയിൻ ചെയ്യാൻ പറയാറില്ല. ഇപ്പോൾ ഇതിലും ഫസ്റ്റ് അലോട്ട്മെന്റിലെ ഷെഡ്യൂൾ കാണിക്കുന്നത് ഫീസ് അടക്കണം എന്നുള്ളതാണ്. സെക്കൻഡ് അലോട്ട്മെന്റിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഫീസ് അടയ്ക്കേണ്ടി വരും. ഇവിടെ കാണിക്കുന്ന ഫീസ് അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്രയും ഫീസ് ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് ഓപ്ഷൻ കൊടുക്കാനും ശ്രദ്ധിക്കാം. ഇനി മറ്റൊരു സംശയം എപ്പോഴും ചോദിക്കുന്നത് ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് വേണോ ഇത് കൊടുക്കാൻ എന്നുള്ളതാണ്. ലാസ്റ്റ് റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം എത്ര വരെ പോയി, അതുകൊണ്ട് എനിക്ക് എൻ്റെ റാങ്കിന് അവിടെ കിട്ടാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് ലാസ്റ്റ് റാങ്ക് നോക്കുന്നത്. അല്ലാതെ മറ്റൊന്നും അതിൽ നിന്ന് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ആവശ്യമില്ലാത്തവർ അത് നോക്കുകയോ വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് കൊടുക്കാം, ഓപ്ഷൻ എൻട്രി കൊടുക്കാം. മാക്സിമം കോളേജസ് കൊടുക്കാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞു ഞാൻ നേരത്തെ. അപ്പോൾ ചിലർ ചോദിക്കും ആവശ്യമില്ലാത്തത് അവിടെ കൊടുക്കണോ അല്ലേ. ആവശ്യമില്ലാത്ത ഒരിക്കലും കൊടുക്കരുത്. ആവശ്യമില്ലാത്തത് ഒരിക്കലും കൊടുക്കരുത്. മാക്സിമം കോളേജസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന എല്ലാ കോളേജുകളും, നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന എല്ലാ കോളേജുകളും എല്ലാ കോഴ്സുകളും കൊടുക്കുക എന്നുള്ളൂ. അല്ലാതെ ആവശ്യമില്ലാത്തൊരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് അത് കിട്ടി, ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾ ഫീസ് അടക്കേണ്ടതുള്ളൂ. സെക്കൻഡ് അലോട്ട്മെന്റ് അത് മാറോ ഇല്ലേ എന്ന് ഉറപ്പ് പറയാൻ യാതൊരു നിർവാഹവും ഇല്ല. ചിലപ്പോൾ മാറിയേക്കാം, ചിലപ്പോൾ മാറില്ല. മാറിയില്ല എങ്കിൽ നിങ്ങൾ ആ കോളേജിൽ പോയി ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങളെ തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്തില്ല എങ്കിൽ തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള കോളേജുകളാണ് കൊടുത്തത് എന്നുള്ളത് ഉറപ്പുവരുത്തൽ കാൻഡിഡേറ്റിൻ്റെ ബാധ്യതയാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ഓപ്ഷൻ എൻട്രിയുടെ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കഫേയിൽ പോയിട്ടായിരിക്കും ചെയ്യുന്നത്. കഫേയിൽ പോയിട്ട് ചെയ്യുന്നതല്ലെങ്കിൽ പബ്ലിക് ഏതെങ്കിലും പ്ലേസസ് ചെയ്യുന്നവരോ ആണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തതായിരിക്കും. എന്ത് തന്നെ ആയാലും നിങ്ങൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ലോഗ് ഔട്ട് ചെയ്യൽ നിർബന്ധമാണ്. പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ലോഗ് ഔട്ട് ചെയ്യാം. ലോഗ് ഔട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റൊരാൾ കയറി വരുമ്പോൾ ആ സീറ്റിലേക്ക് ഓപ്ഷൻ എൻട്രിക്ക് തന്നെ മറ്റൊരാൾ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹം കാണുന്നത് നിങ്ങളുടെ സ്ക്രീനായിരിക്കും. അതായത് ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്ക് കാണുന്നത് അതായത് ആ സൈറ്റ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. ആ സൈറ്റ് എടുക്കുമ്പോൾ തന്നെ നേരെ നിങ്ങളുടെ ലോഗിനിലേക്കാണ് അത് കയറാം. നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ചേക്കാണ്. അവിടെ നേരെ നിങ്ങളുടെ ഇതിലേക്ക് കയറും. അവിടെ എന്തെങ്കിലും മാറ്റം അദ്ദേഹം വരുത്തി കഴിഞ്ഞാൽ, അതായത് രണ്ടാമത് വരുന്ന ആൾ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രിൻ്റ് ഔട്ടും അവിടെ ഇപ്പോൾ ഉള്ള ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എല്ലാം മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യാതെ, ഇപ്പോൾ സ്വന്തം സിസ്റ്റം ആണെങ്കിലും ലോഗ് ഔട്ട് ചെയ്യാതെ അത് പുറത്ത് പോരരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ഓപ്ഷൻ മാറിയ കേസുകളും പലതും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യുക. ലോഗ് ഔട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ വീണ്ടും ലോഗിൻ ചെയ്യാം. വീണ്ടും ലോഗിൻ ചെയ്ത് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. എപ്പോൾ ലോഗിൻ ചെയ്താലും ലോഗ് ഔട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി ഉണർത്തുകയാണ്. കൂടുതൽ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നില്ല. ഞാൻ പറഞ്ഞു നേരത്തെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത് ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് സംശയങ്ങൾ തീർക്കാനുണ്ടാവും. ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ ചോദിക്കാവുന്നതാണ്. ഈ പുസ്തകം 3 ഇതിപ്പോൾ 2 എൻ്റെ കയ്യിലുള്ളൂ. 3ാമതൊരു പുസ്തകം കൂടെ ഇറങ്ങാറുണ്ട്. ഇതിൻ്റെ അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളെയും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളെയും അതായത് ഞങ്ങളുടെ 10ാം ക്ലാസ് കൂട്ടായ്മയുടെ ഇതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതിൽ പങ്കാളികളായി ഈ ഗ്രൂപ്പിലും കൂടി അംഗങ്ങളാകാൻ ശ്രദ്ധിക്കുക. ഗ്രൂപ്പിൽ അംഗമാകണം എന്നുള്ളവർക്ക്
ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് തരും. വീഡിയോ വാച്ച് ചെയ്ത് നന്ദി, നമസ്കാരം.